ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 4 ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാംഗോ പുഡിങ്ങാണ്. അടിപൊളിയാട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 മാങ്ങ. എൻ്റെ അടുത്ത് 2 മാങ്ങ 2 തരത്തിലുള്ളതിനും പേരൊന്നും അറിയില്ല. അപ്പോൾ 2 മാങ്ങ നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് ജാറിലിട്ട് കൊടുക്കാം. അത് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഞാൻ എടുത്തത് പാക്കറ്റ് പാലാണ്, അതുകൊണ്ട് തിളപ്പിച്ചിട്ടില്ല. അത് പശുപാലാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചാറിയിട്ടെടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് ഒരു സ്പൂൺ അധികമോ 1 സ്പൂൺ കുറച്ചിട്ടോ ഇടാം കേട്ടോ. മധുരത്തിന് ഇതിപ്പോൾ ഒരു മീഡിയം മധുരം, നമുക്ക് സാധാരണ ഉള്ളൊരു മധുരം. അത് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കുക. നല്ലോണം പേസ്റ്റാക്കി എടുക്കുമ്പോൾ അതോടൊപ്പം വേണ്ടത് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയാണ്. അപ്പോൾ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ അത് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് പാന് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണം കേട്ടോ. എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് കോട്ടിങ്ങെല്ലാം ഇളകിക്ക്, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച് മാംഗോ പൾപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. അതിന് തിളച്ച് വരുന്നത് വരെ നല്ലോണം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തിളച്ച് വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കോൺഫ്ലവർ മിക്സ് ഇല്ലേ, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. നല്ല സ്പീഡിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമുക്ക് നല്ലോണം ഒരിക്കലും ഇളക്കുന്നത് നിർത്താനും പാടില്ല. കോൺഫ്ലവർ അപ്പാട് മുഴുവനായിട്ട് ഒഴിക്കാനും പാടില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം സ്പീഡിൽ. എൻ്റെ അടുത്ത് മരത്തിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റീലിൻ്റെ കയ്യിലെടുത്തിട്ട് കുത്തുന്നത്. മരത്തിൻ്റെ ഉള്ളവർ ഒരിക്കലും നോൺ സ്റ്റിക്കിന് ഇങ്ങനെ സ്റ്റീലിൻ്റെ കയ്യിലെടുത്തിട്ട് ഇതാക്കരുത്. എൻ്റെ മരത്തിൻ്റെതെല്ലാം പോയിക്ക് ഇപ്പോൾ ഓർഡർ ആക്കിയിട്ടുണ്ട്, കിട്ടണം അത്ര. കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ ഒരു 2-3 മിനിറ്റോളം നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവിടരുത്. കൈവിട്ടാൽ നമ്മളെല്ലാ പണിയും പാളും കട്ട പിടിക്കും. കൈവിടാണ്ട് ഇളക്കിയിട്ട് എൻ്റെ എവിടെയെല്ലോ കട്ട പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ശരിയായി. അത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ശരിയാവും, കാരണം അതിൻ്റെ ഒരു പച്ചമണെല്ലാം പോകണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഇതെല്ലാം ഏകദേശം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെക്സ്ചർ തന്നെ മാറി, കണ്ടില്ലേ, നല്ലൊരു ഇതായി വന്നിട്ടുണ്ട്. ഈ ക്യാമറേൻ്റെ പ്രശ്നം, ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അങ്ങനെ നല്ലോണം ഇതാക്കി ഇളക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് അങ്ങനെ കൈവിടാണ്ട് ഇളക്കണം. അപ്പോൾ നമ്മൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്തടവിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ നെയ്തടവാൻ മറന്നുപോയിന്, പക്ഷെ കുഴപ്പമൊന്നുമില്ലേനു, കറക്റ്റ് ഇതിൽ കിട്ടീന്. നമുക്ക് ആ ചൂടോടുകൂടി ഒഴിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ആ സ്റ്റീലിൻ്റെ പാത്രം എടുത്തത്. നമ്മളെല്ലാം തുടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഒന്ന് കൊട്ടി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയിക്കോട്ടെ. പിന്നെ അതിൻ്റെ മേൽഭാഗം എല്ലാം ഒന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ. അതുകൊണ്ട് എൻ്റെ കുറച്ചൊന്ന് തിക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നല്ല ലെവലാക്കുന്നുണ്ടായി. ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം കേട്ടോ. നല്ലോണം തണുപ്പിച്ചെടുക്കണം. ക്ഷമയില്ലാത്തവരൊന്നും ഉണ്ടാവാറ് ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കാം. നെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. അപ്പോൾ എൻ്റെ നല്ലതൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ മിൻറ്റ് ലീഫെല്ലാം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ പുഡിങ് കാണാൻ അടിപൊളിയല്ലേ? കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് കേട്ടോ. മാംഗോൻ്റെ ഫ്ലേവറെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഒരിക്കൽ ഇങ്ങനെ ട്രൈ ചെയ്യണം. കണ്ടില്ല, കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്ന കണ്ടില്ലേ? അത്രയ്ക്കും അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.